Hello everyone, welcome back to another very good episode of Fabis Media. ഇതിലും ഗസ്റ്റുണ്ട് ഈ സ്ഥലത്താണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഏത് സ്ഥലം നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗോൾഡ് സോക്ക. അതെ എവ്രി വൺ, നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് ഗോൾഡ് സോക്കിലാണ്. നമ്മുടെ ട്രിപ്പിൻ്റെ 3-ാമത്തെ ദിവസമാണെന്ന്. അപ്പം നമ്മൾ അത് പ്ലാൻ ചെയ്ത് ഇവിടെ എത്തിയതാണ്. ഇവിടെ എത്താനായിട്ട് നമുക്ക് 2-3 പർപ്പസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പർപ്പസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ വീഡിയോയിൽ. ത്രൂ ഔട്ട് ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നതെന്ന്. 2-3 അടിച്ചുപൊളി കാര്യങ്ങൾ ഇവിടെ ഈ വീഡിയോയിൽ വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പം നമ്മളിതാ നമ്മുടെ ഗോൾഡ് സോക്കിൻ്റെ തെരുവ് വീതികൾ എന്ന് തന്നെ നമുക്ക് പറയാം, സ്ട്രീറ്റിലൂടെ നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഇങ്ങനെ മാർക്കറ്റും കാര്യങ്ങളും കാശ്മീരി ഷോപ്പുകളും അതും ഇതും എല്ലാം ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു ഏരിയ ആണിത്. എന്തായാലും യു എയിലുള്ള എല്ലാ പ്രവാസികളും ഈ ഒരു ഏരിയ തീർച്ചയായിട്ടും മിസ് ഔട്ട് ആക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഉള്ളവർ ഇനിയും കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോയി ഒന്ന് കാണുക. അടിപൊളി സ്ഥലമാണ്. വളരെ ചീപ്പർ റേറ്റിന് നമുക്ക് സാധനങ്ങളൊക്കെ അവൈലബിൾ ആണിത്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്പൈസസും കാര്യങ്ങളൊക്കെയാണ്. ഇത്രയധികം സ്പൈസസ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മുന്നേ ഒന്നും കണ്ടിട്ടില്ല. ഇത് ഒരു സ്പൈസ് ഷോപ്പാണ്. ഇതും കാര്യങ്ങളും നമ്മൾ മുന്നിൽ കണ്ടിട്ടില്ലാത്ത ഒരുപാട് സ്പൈസസും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളൊരു ഡെസ്റ്റിനേഷൻ തേടി പിടിച്ചു പോവുകയാണ്. ഡെസ്റ്റിനേഷൻ എന്താണെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണും. അപ്പോൾ നമ്മൾ കുറേ ഷോപ്പുകൾ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഗോൾഡ് സോക്ക് നമ്മളുടെ ഗോൾഡിനൊക്കെ കുറച്ച് പേര് കേട്ട ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം വന്ന പേർപ്പസ് എന്ന് പറയുന്നത് തന്നെ സ്ഥലം കാണുക എന്നതിനോടൊപ്പം നമ്മുടെ കുഞ്ഞാവൾക്ക് കുറച്ച് ഗോൾഡ് എടുക്കാൻ കൂടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ 2-3 ജ്വല്ലറിയിലൊക്കെ കയറി. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ജ്വല്ലറിയിലാണ് കണ്ടിട്ടുള്ളത്. നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളുടെ വെറൈറ്റിയും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഗോൾഡ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ഗോൾഡൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ഭയങ്കര ചൂടാണ് ഗൈസ് ഈ ഒരു സമയത്ത്. ഇപ്പം ഇവിടെ ഈ വീഡിയോ ഇടുന്ന സമയത്ത് യു എയിൽ ഭയങ്കര കോൾഡ് വെതറാണ്. പക്ഷേ നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് സമ്മർ ടൈമിലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അടിപൊളി ആയിട്ട് ഭയങ്കര ചൂടോടെ ഒക്കെ ആയിരുന്നു. അപ്പം എനിക്കിങ്ങനെ കുറച്ച് കിതക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ അബി ഇവിടെ ടിക്കറ്റ് കൗണ്ടറിലാണ്. അപ്പം അടുത്ത 2-ാമത്തെ ലക്ഷ്യം എന്നുണ്ടായിരുന്നത് നമുക്ക് ബോട്ടിങ് തന്നെയാണ്. ഗോൾഡ് സർക്കിൾ വന്നിട്ട് ബോട്ടിങ് ചെയ്യാതെ ആരും പോയിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത് ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇതാ അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എനിക്ക് പൊതുവേ ബോട്ടിങ്ങൊക്കെ ഭയങ്കര പേടിയുള്ളൊരു കൂട്ടത്തിലാണ്. പക്ഷെ എന്നാലും ഇവിടെയൊക്കെ വന്നാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട്, ടിക്കറ്റ് വളരെ തുച്ഛമായിട്ടുള്ള റേറ്റാണ് കേട്ടോ. അപ്പം ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ 4 പേരതേ അതിനകത്തോട്ട് ബോട്ടിനകത്തോട്ട് കയറി. നമ്മൾ ബാലൻസ് ചെയ്യേണ്ടി വരും. നമ്മൾ വന്ന സമയം തണുപ്പായിരുന്നു. ഡിസംബർ സമയമാണ്. ഇപ്പോൾ നല്ല ചൂട്. അന്ന് നല്ല തണുത്ത കാറ്റ്. നടന്ന് കിതച്ചു ഗൈസ്. നമ്മളിതാ
ഇനി എവിടെയെങ്കിലും ഒന്ന് നമുക്ക് എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഏരിയ നമ്മൾ ഉണ്ടോയെന്ന് നോക്കി വരികയാണ്. ഇപ്പം തന്നെ ഞാനൊരു വഴിയായിട്ടുണ്ട്. ചൂടെടുത്ത് ഭയങ്കരമായിട്ട് വിയർത്ത് കൊട്ടിയിരിക്കുകയാണ്. പറഞ്ഞില്ലേ ഗൈസ്, ഭയങ്കര ചൂടാണ്. അപ്പോൾ എൻ്റെ മുഖമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഭയങ്കരമായിട്ട് ചൂടെടുത്ത് വേർത്ത് കുളിച്ച് ഒട്ടും പറ്റാത്ത രീതിയിൽ എനിക്ക് വെള്ളം കുടിച്ചേ മതിയാവും എന്നുള്ള രീതിയിൽ ഞങ്ങളിതാ ഒരു കരുക്ക് ഷോപ്പ്, ടെൻഡർ കോക്കനട്ടൊക്കെ കിട്ടുന്നൊരു ഷോപ്പിൻ്റെ അവിടെ വന്ന് ജ്യൂസും എനിക്ക് ടെൻഡർ കോക്കനട്ടും മതിയായിരുന്നു കുറച്ച് റീഫ്രഷ് ആവാനായിട്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഓർഡർ ചെയ്തത് കുടിക്കുകയാണ്. വെള്ളം കിട്ടിയ പാടെ ഞാനത് കുടിച്ച് തീർക്കാനുള്ള തത്രപ്പാടാണ്. ഇടയ്ക്ക് അഭി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, ഞാനൊന്നും അറിയുന്നില്ല. അങ്ങനെ ചുറ്റിക്കറങ്ങി ഷോപ്പിങ്ങും ബോട്ടിങ്ങും ഒക്കെയായി അടിച്ച് പൊളിച്ച് ഞങ്ങളിത് ലാസ്റ്റ് നൈറ്റ് ആയി കേട്ടോ. രാത്രിയായി ഓൾറെഡി. അപ്പോൾ നമ്മളിതാ ഒരു ബീച്ചിൻ്റെ അടുത്തോട്ട് വന്ന് 2-3 ബീച്ച് നമ്മൾ നോക്കി. ഇവിടെ കുറച്ച് ക്രൗഡ് കുറഞ്ഞതായിട്ട് കണ്ടത് കാരണം നമ്മളിതാ ഈ ബീച്ചിലൊന്ന് കടലിലൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിതാ ഈ ഒരു സ്ഥലത്താണുള്ളത്. ബീച്ച് ഏരിയ ആണിത്. അപ്പം നമ്മളിതാ ഡ്രസ്സൊക്കെ മാറി ഞാനും ഫ്രണ്ടും കൂടെ ബീച്ചിലോട്ട് ഇറങ്ങുകയാണ്. അവർ രണ്ടുപേരും ഇറങ്ങുന്നില്ല. ചിലപ്പം ഞാൻ അബിയെ വലിച്ചിടാൻ ചാൻസ് ഉണ്ട്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീച്ച് ഏരിയ എന്നറിയാം ഗൈസ്. ഇത് ഞങ്ങൾക്ക് രാത്രി ആയത് കാരണം ഞങ്ങൾ ബീച്ചിലോട്ട് ഇറങ്ങിയ വിഷ്വൽസ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബീച്ചിലൊക്കെ ഇറങ്ങി ഞങ്ങൾ അടിച്ചു പൊളിച്ചു. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങളും ഞങ്ങളുടെ കൂടെ ഈ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഞാൻ നെക്സ്റ്റ് വീഡിയോ.